ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. Psc എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇംഗ്ലീഷ് പാർട്ടിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനും ആൻസറിൻ്റെ ഒപ്പം നമുക്ക് ഓപ്ഷൻസ് എല്ലാം കൂടി ഡിസ്കസ് ചെയ്യാം. ഏകദേശം 60ഓളം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ്. എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ബൈബിളിയോ ഫൈൽ. ഫൈൽ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുക. ബൈബിളിയോ എന്ന് പറഞ്ഞാൽ പുസ്തകം. ബൈബിൾ പുസ്തകം അതറിയാലോ. ബൈബിളിയോ ഫൈൽ. എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ്. അപ്പോൾ ഇതിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ബൈബിളിയോ ഫോബ്. ഫോബ് എന്ന് പറഞ്ഞാൽ പേടി. ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകം. പുസ്തകത്തോട് പേടിയുള്ള ആൾക്കാരെ പറയുന്നതാണ് ബൈബിളിയോ ഫോബ്. ഓപ്ഷൻ ബി ഫിലാറ്റലിസ്റ്റ്. ഫിലാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു കളക്ട് സ്റ്റാമ്പ്. സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഫിലാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരെയാണ് ഫിലാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഫിലോമാത്ത്. ഫിലോമാത്ത് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ലവ്സ് ടു സ്റ്റഡി ആൻഡ് ലേൺ. പഠിക്കാൻ ഇഷ്ടമുള്ളവരെയാണ് ഫിലോമാത്ത് എന്ന് പറയുന്നത്. ആദ്യത്തെ നോക്കാം. എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ്. ബൈബിളിയോ ഫൈൽ. ഫിലാറ്റലിസ്റ്റ് എ പേഴ്സൺ ഹു കളക്ട് സ്റ്റാമ്പ്. ബൈബിളിയോ ഫോബ് പുസ്തകത്തോട് പേടിയുള്ള ആൾ. എ പേഴ്സൺ ഹു ഫിയേഴ്സ് ബുക്സ്. ഫിലോമാത്ത് എ പേഴ്സൺ ഹു ലവ്സ് ടു സ്റ്റഡി ആൻഡ് ലേൺ. അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു ഈസ് അഫ്രൈഡ് ഓഫ് ഹൈറ്റ്. എ പേഴ്സൺ ഹു ഈസ് അഫ്രൈഡ് ഓഫ് ഹൈറ്റ്. ഹൈറ്റ് പേടിയുള്ള ആളെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. ഹൈറ്റ് പേടിയുള്ള ആൾക്കാരെ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അക്രോഫോബിയ. ഫോബിയ എന്ന് വെച്ചാൽ പേടി. അക്രോ എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഇപ്പോൾ ഹൈറ്റിനോടുള്ള പേടി അക്രോഫോബിയ. ഫിയർ ഓഫ് ഹൈറ്റ് അക്രോഫോബിയ. ഓപ്ഷൻ ബി അഗോറാഫോബിയ. അഗോറാഫോബിയ. അഗോറ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം, ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം. ചില ആൾക്കാർക്ക് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് പോകാനൊരു പേടിയുണ്ടാവും. കുറേ ആൾക്കാരൊക്കെ ഉള്ള ഒരു തുറസായ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു പേടിയുണ്ടാവും. അതാണ് അഗോറാഫോബിയ. ഓപ്ഷൻ സി ക്ലോസ്ട്രോഫോബിയ. ക്ലോസ്ട്രോ എന്ന് പറഞ്ഞാൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ്, ഒരു അടഞ്ഞു കിടക്കുന്ന സ്ഥലം. ഒരു മുറിയാണെങ്കിലും എന്താണെങ്കിലും അടഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതാണ് ക്ലോസ്ട്രോ. ക്ലോസ്ട്രോ ആ അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തിനോടുള്ള പേടിയാണ് ക്ലോസ്ട്രോഫോബിയ. അടുത്തത് ഓപ്ഷൻ ഡി ഹൈഡ്രോഫോബിയ. വെള്ളത്തോടുള്ള പേടിയാണ് ഹൈഡ്രോഫോബിയ. ഫിയർ ഓഫ് വാട്ടർ ഹൈഡ്രോഫോബിയ. ആദ്യത്തെ നോക്കാം. എ പേഴ്സൺ ഹു ഈസ് അഫ്രൈഡ് ഓഫ് ഹൈറ്റ്. ഹൈറ്റിനോടുള്ള പേടി അക്രോഫോബിയ. അഗോറാഫോബിയ. പേഴ്സൺ ഹു ഈസ് അഫ്രൈഡ് ഓഫ് ഗോയിങ് ടു ക്രൗഡഡ് പ്ലേസ്. ക്രൗഡഡ് പ്ലേസിനോടുള്ള പേടി അഗോറാഫോബിയ. ക്ലോസ്ട്രോഫോബിയ. എ പേഴ്സൺ ഹു ഈസ് അഫ്രൈഡ് ഓഫ് എൻക്ലോസ്ഡ് സ്പേസസ്. അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തിനോടുള്ള പേടി ക്ലോസ്ട്രോഫോബിയ. ഓപ്ഷൻ ഡി ഹൈഡ്രോഫോബിയ. എ പേഴ്സൺ ഹു ഈസ് അഫ്രൈഡ് ഓഫ് വാട്ടർ. ഫിയർ ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോഫോബിയ. അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു ഈസ് ഓൾ നോയിങ്. എ പേഴ്സൺ ഹു ഈസ് ഓൾ നോയിങ്. ഓപ്ഷൻ സി ഒംനീസിയൻറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഒംനി എന്ന് വെച്ചാൽ ഓൾ എന്നാണ് അർത്ഥം. ഒംനി ഓൾ. സയൻറ്റ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാളെയാണ് എ പേഴ്സൺ ഹു ഈസ് ഓൾ നോയിങ്. ഓപ്ഷൻ സി ഒംനീസിയൻറ്റ്. ഓപ്ഷൻ എ ഒംനി പൊട്ടൻറ്റ്. ഒംനി എന്ന് വെച്ചാൽ ഓൾ. പൊട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുക, എല്ലാ കാര്യത്തിലും പൊട്ടൻഷ്യൽ ഉണ്ടാവുക. അതായത് എ പേഴ്സൺ ഹാവിങ് എ ഗ്രേറ്റ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. ഒരു പവർഫുള്ളായ ഒരു വ്യക്തിയെയാണ് ഒംനി പൊട്ടൻറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഒംനി പ്രസൻറ്റ്. ഒംനി എന്ന് വെച്ചാൽ ഓൾ. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രസൻറ്റ് ആയിട്ടുള്ള ഒരാൾ. എ പേഴ്സൺ ഹു ഈസ് പ്രസൻറ്റ് എവ്രിവെയർ ഈസ് നോൺ ആസ് ഒംനി പ്രസൻറ്റ്. ഓപ്ഷൻ ഡി ഒംനി വോറസ്. ഒംനി പറഞ്ഞാൽ ഓൾ, വോറസ് എന്ന് പറഞ്ഞാൽ തിന്നുക, ഈറ്റിംഗ്. എല്ലാം കഴിക്കുന്ന ജീവി. അനിമൽ ദാറ്റ് യൂഷ്വലി ഫീഡിങ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഈസ് കോൾഡ് ഒംനിവോറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു സ്റ്റഡീസ് പ്ലാന്റ്സ്. എ പേഴ്സൺ ഹു സ്റ്റഡീസ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളെ പറയുന്ന പേരാണ്. ഓപ്ഷൻ ബി ബോട്ടണിസ്റ്റ് ഇസ് റൈറ്റ് ആൻസർ. ബോട്ടണിസ്റ്റ്. എ പേഴ്സൺ ഹു സ്റ്റഡീസ് പ്ലാന്റ്സ് ഈസ് കോൾഡ് ബോട്ടണിസ്റ്റ്. ഓപ്ഷൻ എ ജിയോളജിസ്റ്റ്. എന്താണ് ജിയോളജിസ്റ്റ്? എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് എർത്ത്. A person who studies the structure, composition and history of earth is called a geologist. Option C zoologist. A person who studies about animals is called zoologist. അനിമൽസിനെ കുറിച്ച് പഠിക്കുന്ന ആളാണ് zoologist എന്ന് പറയുന്നത്. പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നത് ബോട്ടണിസ്റ്റ്. എർത്തിനെ കുറിച്ച് പഠിക്കുന്നത് ജിയോളജിസ്റ്റ്. ഓപ്ഷൻ ഡി ആന്ത്രോപോളജിസ്റ്റ്. എന്താണ് ആന്ത്രോപോളജിസ്റ്റ്? A person who studies humans scientifically about their customs, relationship etc. is called a anthropologist. ആദ്യത്തിനെ നോക്കാം. എ പേഴ്സൺ ഹു സ്റ്റഡീസ് പ്ലാന്റ്സ് ബോട്ടണിസ്റ്റ്. ജിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് എർത്ത്. സുവോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് അനിമൽസ്. ആന്ത്രോപോളജിസ്റ്റ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് സയൻറ്റിഫിക്കലി അബൌട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, കസ്റ്റംസ് എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഈസ് ഫോണ്ട് ഓഫ് കളക്ടിങ് സ്റ്റാമ്പ്സ്. എ പേഴ്സൺ ഹു ഈസ് ഫോണ്ട് ഓഫ് കളക്ടിങ് സ്റ്റാമ്പ്സ്. സ്റ്റാമ്പ്സ് കളക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളെ വിളിക്കുന്ന പേരാണ്. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഫിലാറ്റലിസ്റ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ഫിലാറ്റലിസ്റ്റ് ആണ് എ പേഴ്സൺ ഹു ഈസ് ഫോണ്ട് ഓഫ് കളക്ടിങ് സ്റ്റാമ്പ്സ്. എന്താണ് ഓപ്ഷൻ ബി ന്യൂമിസ്മാറ്റിസ്റ്റ്? ന്യൂമിസ്മാറ്റിസ്റ്റ് എ പേഴ്സൺ ഹു ഈസ്
ഫോണ്ട് ഓഫ് കളക്ടിങ് കോയിൻസ് കറൻസി കളക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ വിളിക്കുന്ന പേരാണ് ന്യൂമിസ്മാറ്റിസ്റ്റ്. ഓപ്ഷൻ സി ബൈബ്ലിയോഫൈൽ, നേരത്തെ പറഞ്ഞു ബുക്സിനോട് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ് ഇസ് കോൾഡ് ബൈബ്ലിയോഫൈൽ. ഓപ്ഷൻ ഡി എൻറ്റമോളജിസ്റ്റ്. എന്താണ് എൻറ്റമോളജിസ്റ്റ്? എൻറ്റമോളജിസ്റ്റ് ആണ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ഇൻസെക്ട്സ് ആൻഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് എൻവയോൺമെൻറ്റ്. ഇൻസെക്ട്സിനെ കുറിച്ച് പഠിക്കുന്നവരെ പറയുന്ന പേരാണ് എൻറ്റമോളജിസ്റ്റ്. ഒരു ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂറയോ പാറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേടിക്കൂലേ, എൻ്റെ അമ്മോ എന്ന് പറയൂലേ, അങ്ങനെ ഓർത്താൽ മതി. എൻറ്റമോളജിസ്റ്റ്, എൻ്റെ അമ്മോ, ഇൻസെക്ട്സ്. Next question, a place where fish are kept. A place where fish are kept. Option A, aquarium is right answer. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A place where fish are kept, aquarium. Option B, aviary. A place where birds are kept. പക്ഷികൾ ഉണ്ടാകുന്ന സ്ഥലമാണ് aviary. A place where birds are kept, aviary. Option C, apiary. A place where bees are kept. തേനീച്ചകളെ പരിപാലിക്കുന്ന സ്ഥലത്തിനെയാണ് apiary എന്ന് പറയുന്നത്. A place where bees are kept, apiary. Option D, arboretum. അർബോറേറ്റം എന്ന് പറഞ്ഞാൽ എ ബൊട്ടാണിക്കൽ ഗാർഡൻ ഡിവോട്ടഡ് ടു ട്രീസ്. മരങ്ങളൊക്കെയുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനെയാണ് അർബോറേറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ നോക്കാം. എ പ്ലേസ് വെയർ ഫിഷ് ആർ കെപ്റ്റ്, അക്വേറിയം. എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ്, അവിയറി. എ പ്ലേസ് വെയർ ബീസ് ആർ കെപ്റ്റ്, അപ്പിയറി. എ ബൊട്ടാണിക്കൽ ഗാർഡൻ ഡിവോട്ടഡ് ടു ട്രീസ് ഈസ് കോൾഡ് അർബോറേറ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലേസ് വെയർ കോയിൻസ് ആൻഡ് മെഡൽസ് ആർ എക്സിബിറ്റഡ്. കോയിൻസും മെഡൽസും എക്സിബിഷൻ ചെയ്യുന്ന പ്ലേസിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എ പ്ലേസ് വെയർ കോയിൻസ് ആൻഡ് മെഡൽസ് ആർ എക്സിബിറ്റഡ്. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ, ന്യൂമിസ്മാറ്റിക് ഗാലറി. നേരത്തെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ന്യൂമിസ്മാറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് ഫോണ്ട് ഓഫ് കളക്ടിങ് കോയിൻസ്. ന്യൂമിസ്മാറ്റിക് ഗാലറി എന്ന് പറഞ്ഞാൽ എ പ്ലേസ് വെയർ കോയിൻസ് ആൻഡ് മെഡൽസ് ആർ എക്സിബിറ്റഡ്. ഓപ്ഷൻ എ, മ്യൂസിയം. മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലേസ് വെയർ ഹിസ്റ്റോറിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഒബ്ജക്ട്സ് ആർ സ്റ്റോർഡ് ഓർ എക്സിബിറ്റഡ്. ദാറ്റ് ഈസ് കോൾഡ് എ മ്യൂസിയം. ഓപ്ഷൻ ബി, മിൻറ്റ്. മിൻറ്റ് മീൻസ് എ കൈൻഡ് ഓഫ് പ്ലാന്റ്. ഓപ്ഷൻ സി, ട്രഷറി. ട്രഷറി എന്ന് പറഞ്ഞാൽ എ പ്ലേസ് വെയർ എ ട്രഷർ എലമെൻറ്റ്സ് ലൈക്ക് പ്രഷ്യസ് മെറ്റൽസ് ആർ സ്റ്റോർഡ് ഈസ് കോൾഡ് ട്രഷറി. ഓപ്ഷൻ ഡി, ന്യൂമിസ്മാറ്റിക് ഗാലറി. എ പ്ലേസ് വെയർ കോയിൻസ് ആൻഡ് മെഡൽസ് ആർ എക്സിബിറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ്. നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, അവിയറി. അക്വേറിയം, എ പ്ലേസ് വെയർ ഫിഷസ് ആർ കെപ്റ്റ്. അവിയറി, പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ്. അപ്പിയറി, പ്ലേസ് വെയർ ബീസ് ആർ കെപ്റ്റ്. അർബോറേറ്റം, എ ബൊട്ടാണിക്കൽ ഗാർഡൻ ട്രീസ് ആർ ഡിവോട്ടഡ്. ട്രീസ് ഉള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് അർബോറേറ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലേസ് വെയർ ബീസ് ആർ കെപ്റ്റ്. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഓപ്ഷൻ എ, അപ്പിയറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലേസ് വെയർ ട്രീസ് ആർ കൾട്ടിവേറ്റഡ്. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ, ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അർബോറേറ്റം. ഓപ്ഷൻ എ, ഓർക്കാഡ്. ഓർക്കാഡ് എന്ന് പറഞ്ഞാൽ എന്താ? എ പീസ് ഓഫ് എൻക്ലോസ്ഡ് ലാൻഡ് പ്ലാന്റഡ് വിത്ത് ഫ്രൂട്ട് ട്രീസ്. ഫ്രൂട്ട് ട്രീസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ഓർക്കാഡ് എന്ന് പറയുന്നത്. ആപ്പിൾ ഓർക്കാഡ് അങ്ങനെയൊക്കെ പറയുമല്ലോ. ഓപ്ഷൻ ബി, ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എ പ്ലേസ് വെയർ പ്ലാന്റ്സ് ആർ കൾട്ടിവേറ്റഡ് ഫോർ സയൻറ്റിഫിക് സ്റ്റഡി ആൻഡ് എക്സിബിഷൻ. സയൻറ്റിഫിക് സ്റ്റഡിക്കും എക്സിബിഷനും വേണ്ടിയിട്ട് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലത്തെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ സി ഇസ് നഴ്സറി. നഴ്സറി ഇസ് എ പ്ലേസ് വെയർ യങ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആർ ഗ്രോൺ ഫോർ സെയിൽ. ആദ്യത്തെ നോക്കാം. എ പ്ലേസ് വെയർ ട്രീസ് ആർ കൾട്ടിവേറ്റഡ്, അർബോറേറ്റം. ഓർക്കാഡ് എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് ലാൻഡ് വെയർ ഫ്രൂട്ടഡ് ട്രീസ് ആർ കൾട്ടിവേറ്റഡ്. ഓപ്ഷൻ ബി, ബൊട്ടാണിക്കൽ ഗാർഡൻ where plants are cultivated for scientific study or exhibition to people. Nursery is a place where young trees and plants are cultivated for sale. Next question, to speak ill of someone. ഒരാളെക്കുറിച്ച് മോശം പറയുക. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, ഡിഫെയിം. ഡിഫെയിം എന്നാണ് ഒരാളെക്കുറിച്ച് മോശം പറയുന്നതിനാണ് ഡിഫെയിം എന്ന് പറയുന്നത്. ടു സ്പീക്ക് ഇൽ ഓഫ് സമ്മൺ, ഡിഫെയിം. ഓപ്ഷൻ ബി, എക്സ്റ്റോൾ. എക്സ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രശംസിക്കുക, ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുക എന്നൊക്കെ മീനിങ് വരുന്നതാണ് എക്സ്റ്റോൾ. യൂലോഗൈസ് ഈസ് ഓൾസോ സെയിം മീനിങ് ഓഫ് എക്സ്റ്റോൾ. ഒരാളെ പ്രശംസിക്കുന്നതിനെയോ അല്ലെങ്കിൽ അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനെയോ പറയുന്നതാണ് യൂലോഗൈസ്. ഗ്ലോറിഫൈ ഈസ് ഓൾസോ ദ സെയിം മീനിങ്. എക്സ്റ്റോൾ, യൂലോഗൈസ്, ഗ്ലോറിഫൈ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ പ്രശംസിക്കുക. ഡിഫൈ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് ഇൽ ഓഫ് സംവൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഈസ് ഡിഫിക്കൽട്ട് ടു പ്ലീസ്. എ പേഴ്സൺ ഹു ഈസ് ഡിഫിക്കൽട്ട് ടു പ്ലീസ്. പ്ലീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. ഒരാൾ എന്താ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരാൾ എന്ത് പറഞ്ഞാലും തൃപ്തിപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, ഫാസ്റ്റിഡിയസ്. ഫാസ്റ്റിഡിയസ്, എ പേഴ്സൺ ഹു ഈസ് ഡിഫിക്കൽട്ട് ടു പ്ലീസ്. ഓപ്ഷൻ ബി, ഗ്രിഗാരിയസ്. വാട്ട് ഈസ് ഗ്രിഗാരിയസ്? ഗ്രിഗാരിയസ് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ലവ്സ് കമ്പനി, സോഷ്യബിൾ ആയിട്ടുള്ള ഒരാളെയാണ് ഗ്രിഗാരിയസ് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ സി, ഇംപെച്യൂസ്. ഇംപെച്യൂസ് ഈസ് എ പേഴ്സൺ ഹു ആക്ട്സ് വിത്തൗട്ട് ഈവൻ തിങ്കിങ് എനി അതർ തിങ്. ഒരു പെട്ടെന്ന് എടുത്തുചാട്ടമുള്ള ഒരാൾ അങ്ങനെയൊക്കെ പറയില്ലേ, ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരാളെയാണ് ഇംപെച്യൂസ് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ഡി, ഇൻടോളൻറ്റ്. എ പേഴ്സൺ ഹു ഈസ് ലേസി ഈസ് കോൾഡ് ഇൻടോളൻറ്റ്. എല്ലാ കാര്യത്തിലും മടിയുള്ള ഒരാളെയാണ് ഇൻടോളൻറ്റ് എന്ന് വിളിക്കുന്നത്. എ പേഴ്സൺ ഹു ഈസ് ഡിഫിക്കൽട്ട് ടു പ്ലീസ്, ഫാസ്റ്റിഡിയസ്. എ പേഴ്സൺ ഹു ഈസ് വെരി സോഷ്യബിൾ ആൻഡ് ലവ്സ് ദ കമ്പനി ഓഫ് അതേഴ്സ് ഈസ് കോൾഡ് ഗ്രിഗേറിയസ്. എ പേഴ്സൺ ഹു ഈസ് impulsive and done actions without thinking is called impetuous. A person who is very lazy is called indolent. Next question, a government by the few. A government by the few.
കുറച്ച് ആൾക്കാർ ഗവേൺ ചെയ്യുന്ന, കുറച്ച് ആൾക്കാർ ഭരിക്കുന്നതിനെയാണ്, കുറച്ച് ആൾക്കാർ മാത്രം ഉൾപ്പെടുന്ന ഗവൺമെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ, ഒളിഗാർക്കി. ആർക്കി എന്ന് പറഞ്ഞാൽ റൂൾഡ് ബൈ. ആർക്കീൻ്റെ മീനിങ് ആണ് റൂൾഡ് ബൈ. ഒളിഗോ മീനിങ് ഫ്യൂ. അപ്പോൾ ഗവൺമെൻറ് ബൈ ദ ഫ്യൂ, ഒളിഗാർക്കി. ഓപ്ഷൻ എ മൊണാർക്കി. മോണോ എന്ന് പറഞ്ഞാൽ ഒരാൾ, ആർക്കി എന്ന് പറഞ്ഞാൽ റൂൾഡ് ബൈ. ഒരാൾ ഭരിക്കുന്നതിനെയാണ് മൊണാർക്കി എന്ന് പറയുന്നത്, രാജവാഴ്ചയൊക്കെ മൊണാർക്കി. ഓപ്ഷൻ ബി ഡെമോക്രേസി. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഭരിക്കുന്നതിനെയാണ് ഡെമോക്രേസി എന്ന് വിളിക്കുന്നത്. ഒരു സൊസൈറ്റിയിൽ ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാരെയാണ് അരിസ്റ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ ഹൈ ക്ലാസ് സൊസൈറ്റീസ് ഭരിക്കുന്നതിനെയാണ് അരിസ്റ്റോക്രേസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ബൈ ദ ഫ്യൂ, ഒളിഗാർക്കി. ഒരു മുഴുവൻ ജനവിഭാഗത്തെയും ഒരാൾ ഭരിക്കുന്നതിന് മൊണാർക്കി. ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മുഴുവൻ ജനവിഭാഗത്തെയും ഭരിക്കുന്നതിനാണ് ഡെമോക്രേസി. അരിസ്റ്റോക്രേസി, ഒരു സൊസൈറ്റിയിലെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ജനവിഭാഗത്തെ ഭരിക്കുന്നതിനെയാണ് അരിസ്റ്റോക്രേസി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗവൺമെൻറ് ബൈ ദ മെനി. ഏത് ആൻസർ ആയിട്ട് വരും? ഓപ്ഷൻ എ ഡെമോക്രേസി ഇസ് റൈറ്റ് ആൻസർ. എ ഗവൺമെൻറ് ബൈ ദ മെനി, ഡെമോക്രേസി. ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗവൺമെൻറ് ബൈ ദ വൺ പേഴ്സൺ. എ ഗവൺമെൻറ് ബൈ വൺ പേഴ്സൺ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ബി മൊണാർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സഡൻ ബേസ്റ്റ് ഓഫ് റെയിൻ. പെട്ടെന്നുണ്ടാകുന്ന കോരിച്ചൊരിയുന്ന മഴ. എ സഡൻ ബേസ്റ്റ് ഓഫ് റെയിൻ ഈസ് കോൾഡ്. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ, സ്ക്വൽ. സ്ക്വൽ, സഡൻ ബേസ്റ്റ് ഓഫ് റെയിൻ, പെട്ടെന്നുണ്ടാകുന്ന കോരിച്ചൊരിയുന്ന മഴയാണ് സ്ക്വൽ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ എ ഷോർ, അതെല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി ഡ്രിസിൽ. ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാറ്റൽ മഴയാണ് ഡ്രിസിൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഡൗൺപോർ. ഡൗൺപോർ പറഞ്ഞാൽ ഹെവി റെയിൻ. ഹെവി റെയിനാണ് ഡൗൺപോർ എന്ന് പറയുന്നത്. സ്ക്വൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന കോരിച്ചൊരിയുന്ന മഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ലിവ്സ് അലോൺ ബൈ സ്പിരിച്വൽ. സ്പിരിച്വൽ കാരണം കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളെ പറയുന്ന പേരാണ് എ പേഴ്സൺ ഹു ലിവ്സ് അലോൺ ബൈ സ്പിരിച്വൽ. ഓപ്ഷൻ ബി ആൻഡ് ഡി ഇസ് റൈറ്റ് ആൻസർ. രണ്ടും റൈറ്റ് ആൻസർ ആയിട്ട് വരും, ഹെർമിറ്റ് ആൻഡ് റിക്ലോസ്. ഓപ്ഷൻ എ ലോൺ വോൾഫ്. ലോൺ വോൾഫ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു വർക്ക്സ് അലോൺ. ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് എ പേഴ്സൺ ഹു വർക്ക്സ് അലോൺ ഈസ് കോൾഡ് ലോൺ വോൾഫ്. ഓപ്ഷൻ സി മിസാന്ത്രോപ്പ്. മിസ് മീനിങ് ഹെയ്റ്റ്, ആന്ത്രോപ്പ് മീനിങ് ഹ്യൂമൻ. മനുഷ്യരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെയാണ്, അതായത് സഹജീവികളെ ഇഷ്ടമില്ലാത്തവരെയാണ് മിസാന്ത്രോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഈറ്റ്സ് ടു ലിറ്റിൽ. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, അനോറെക്സിക്. എ പേഴ്സൺ ഹു ഈറ്റ്സ് ടു ലിറ്റിൽ, വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്നതിനെയാണ് അനോറെക്സിക് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ എ ബുലിമിക്, സി ഗ്ലൂട്ടൻ, ആൻഡ് ഡി ഗോർമെൻറ്. ഇതൊക്കെ വളരെയധികം, എ പേഴ്സൺ ഹു ഈറ്റ്സ് ടു മച്ച് ഫുഡ്, വളരെയധികം ഫുഡ് കഴിക്കുന്നതിനെയാണ് ബുലിമിക്, ഗ്ലൂട്ടൻ, ഗോർമെൻറ് എന്നൊക്കെ വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗവൺമെൻറ് റൂൾഡ് ബൈ ദ റിച്ച്. എ ഗവൺമെൻറ് റൂൾഡ് ബൈ ദ റിച്ച്. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, പ്ലൂട്ടോക്രേസി. പ്ലൂട്ടോ മീൻസ് റിച്ച്, ക്രേസി മീൻസ് റൂൾഡ് ബൈ. ഗവൺമെൻറ് റൂൾഡ് ബൈ ദ റിച്ച് ഈസ് കോൾഡ് പ്ലൂട്ടോക്രേസി. അതർ ഓപ്ഷൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഈസ് ഫോണ്ട് ഓഫ് കളക്ടിങ് തിങ്സ്. ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്കാം, പൂഴ്ത്തിവെപ്പ്. പൂഴ്ത്തിവെപ്പിന് പറയുന്ന പേരാണ്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, ഹോർഡർ. എ പേഴ്സൺ ഹു കളക്ട്സ് ഹു ഈസ് ഫോണ്ട് ഓഫ് കളക്ടിങ് തിങ്സ് ഈസ് കോൾഡ് ഹോർഡർ. ഓപ്ഷൻ സി ഹങ്സ്. ഹങ്സ് എന്താണ്? എ പേഴ്സൺ ഹു ഈസ് വെരി ഹാൻസം ഓർ റിയലി അട്രാക്റ്റീവ് ഈസ് കോൾഡ് ഹങ്സ്. ഓപ്ഷൻ ഡി മൈസർ. മൈസർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു സ്പെൻഡ്സ് വെരി ലിറ്റിൽ മണി. വളരെ അധികം പിശുക്കുള്ള ആൾക്കാരെയാണ് മൈസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ പേഴ്സൺ ഹു ഈസ് ഫോണ്ട് ഓഫ് കളക്ടിങ് തിങ്സ് ഈസ് കോൾഡ് ഹോർഡർ. ഹങ്സ് ഈസ് എ പേഴ്സൺ ഹു ഈസ് വെരി അട്രാക്റ്റീവ് ഓർ സെക്ഷലി അട്രാക്റ്റീവ്. നെക്സ്റ്റ് മൈസർ ഈസ് കോൾഡ് എ പേഴ്സൺ ഹു സ്പെൻഡ്സ് വെരി ലിറ്റിൽ മണി. പിശുക്കുള്ള ആളെയാണ് മൈസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.